കേട്ടിട്ടില്ല. വിശ്വാസപ്പെട്ടവർ പ്രാർത്ഥനയും ചിന്തയും ഭാവിയായി ഞാൻ രാജ്യത്തെ കാത്തുകൊണ്ട് എന്നെ സ്നേഹിക്കുകയും ചെലുത്തുന്നു. മാതാവേ പ്രവേശിക്കാതെ കുടുംബജീവിതത്തിന് തുടക്കം കുറിക്കുന്ന ആ ദിവസം ദൈവത്തിൻ്റെ അനുഗ്രഹം സമർത്ഥമായി ഉണ്ടാകണമേ നമ്മൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ജപമാല ചൊല്ലി ദേവനെ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ സമർപ്പിച്ചു. തുടർന്ന് ദൈവാനുഗ്രഹത്തിനായി പ്രാർത്ഥനാ ശുശ്രൂഷയെ നമ്മൾ പങ്കുചേരുന്നു. പരിശുദ്ധാത്മാവിനോട് അവിടുത്തെ കൃപാവരത്താൽ ഈ പുതിയ കുടുംബത്തെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗ്ഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗണിക്കും പ്രകാശമേ. സ്വർഗ്ഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗണിക്കും പ്രകാശമേ. അന്ധകാരവിരിപ്പു മാറ്റിടും ചന്തമേടുന്ന ദീപമേ. ഏഴുമാത്മാവിലാശ വീശുന്ന മോഹനാദിവ്യദാനമേ. പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ ഭൂമി നിറഞ്ഞിരിക്കുന്നു. പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. സർവശക്തനും കാണ്യവാനുമായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. അങ്ങ് ഞങ്ങൾക്ക് പ്രത്യേകമായി കുടുംബത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ മകനെ അങ്ങ് വിവാഹ ജീവിതാന്തസ്സിലേക്ക് ഉയർത്തുകയാണല്ലോ. ഇവൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ അങ്ങ് ചൊരിഞ്ഞ കാഠിന്യത്തെ ഞങ്ങൾ നന്ദിയോടെ അനുസ്മരിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഈ ഭവനത്തിനും പ്രത്യേകമായി ഞങ്ങളുടെ മകന് ലഭിക്കുവാനിടയാക്കണമേ. മറ്റന്നാൾ ദിവസത്തെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. നല്ല ഒരുക്കത്തോടും യോഗ്യതയോടും കൂടെ അങ്ങയുടെ സന്നിധിയിൽ വ്യാപരിക്കുവാൻ അങ്ങയുടെ ദാസനെ സഹായിക്കണമേ. അതുവഴി കാനായിലെ ഭവനം പോലെ അങ്ങയുടെ മഹത്വം ഞങ്ങളുടെ ഭവനത്തിലും പ്രകടമാകുവാനിടയാക്കണമേ. കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു.
ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. ലേഖനം 5-ാം അധ്യായം 25 മുതലുള്ള തിരുവചനങ്ങൾ. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇതവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. കുടുംബ ജീവിതത്തെക്കുറിച്ച് വിശുദ്ധ പൗലോസ് ശ്ലീഹ ഏറ്റവും മനോഹരമായി പ്രതിപാദിക്കുന്ന വിശുദ്ധ ഗ്രന്ഥ ഭാഗമാണ് എഫേസ്യരുടെ ലേഖനം 5-ാം അധ്യായം 22 മുതലുള്ള വചനങ്ങൾ. അതിൻ്റെ 2-ാമത്തെ ഭാഗത്ത് ഭർത്താക്കന്മാർ എന്ത് ചെയ്യണമെന്ന് പറയുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. അതിന് തൊട്ട് മുമ്പുള്ള ഭാഗം 22 മുതലുള്ള തിരുവചനങ്ങൾ ഭാര്യമാർ എന്ത് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഭാര്യമാർ ഭർത്താവിന് സഭ ഭർത്താവിന് വിധേയമായിരിക്കുന്നത് പോലെ എല്ലാ കാര്യത്തിലും ഭർത്താക്കന്മാർക്ക് വിധേയമായിരിക്കണം എന്ന് പറഞ്ഞ് അതിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് അപ്പസ്തോലൻ ഭർത്താക്കന്മാരെ ഉപദേശിക്കുന്നത്. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കണം. ഇവിടെ ഈശോ സഭയെ സ്നേഹിച്ചത് എങ്ങനെയെന്ന് ഓരോ പ്രാവശ്യവും കുരിശുരൂപം കാണുമ്പോൾ നമ്മൾ ഓർക്കുന്നുണ്ട്. തന്നെ സമർപ്പിച്ചുകൊണ്ടാണ്, ഏറ്റവും പ്രധാനപ്പെട്ടതായ ജീവൻ തന്നെയും സമർപ്പിച്ചുകൊണ്ട് അവസാനത്തുള്ള രക്തം വരെയും ചിന്തിക്കൊണ്ടാണ് ഈശോ സഭയെ സ്നേഹിച്ചത്, നമ്മളെ സ്നേഹിച്ചത്. അതുപോലെ സ്നേഹിക്കാനാണ് ഭർത്താക്കന്മാരോട് വിശുദ്ധ അപ്പസ്തോലൻ ആവശ്യപ്പെടുന്നത്. അങ്ങനെ ഭാര്യയെ സ്നേഹിക്കുകയും ഭാര്യ ഭർത്താവിനെ സ്നേഹിച്ച് വിധേയമായിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു നല്ല കുടുംബജീവിതത്തിന് രൂപം കൊടുക്കാൻ സാധിക്കുക. അപ്പസ്തോലൻ ഭാര്യാഭർത്തൃ ബന്ധത്തെ ഈശോയും സഭയും തമ്മിലുള്ള ബന്ധത്തോടാണ് ഉപമിക്കുക. സഭയുടെ ശിരസ്സാണ് ഈശോ, അതുപോലെ കുടുംബത്തിൻ്റെ ശിരസ്സാണ് ഭർത്താവ്. അപ്പോൾ ഭർത്താവ് ഈശോ സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുകയും ഭാര്യമാര് ശിരസ്സാകുന്ന മിശിഹായിക്ക് സഭയാകുന്ന ശരീരം വിധേയമായിരിക്കുന്നത് പോലെ എല്ലാ കാര്യത്തിലും വിധേയമാവുകയും ചെയ്യുമ്പോഴാണ് സന്തോഷകരമായൊരു കുടുംബജീവിതം നയിക്കാൻ സാധിക്കുക. ശിരസിൻ്റെ സ്ഥാനമാണ് ഭർത്താവിനുള്ളത്. ശിരസ് നമ്മുടെ ശരീരത്തിൽ എന്താണ് ചെയ്യുന്നത് എന്ന് ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത്, കോർത്തിണക്കുന്നത് ശിരസ്സാണ്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലൂടെ ശിരസ്സാകുന്ന നമ്മുടെ ബ്രെയിൻ എല്ലാ പ്രവർത്തനങ്ങളും ശരീരത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ക്രോഡീകരിക്കുകയാണ്. അതുപോലെ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ശിരസ്സാകുന്ന ഭർത്താവ് ക്രോഡീകരിക്കുമ്പോൾ, അതിനോട് സഹകരിച്ച് ഭാര്യമാർ പ്രവർത്തിക്കുമ്പോൾ നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകുന്നു. അപ്രകാരമുള്ളൊരു കുടുംബജീവിതം നയിക്കുവാൻ ഒരുപാട് പ്രതീക്ഷകളോടെ പുതിയൊരു കുടുംബജീവിതത്തിലേക്ക് കാലെടുത്ത് കുത്തുന്ന ജെറിന് സാധിക്കട്ടെ എന്ന് ജെറിനെ സ്നേഹിക്കുന്ന ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. തുടർന്നുള്ള കർസൂസ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ഇവരാരംഭിക്കുന്ന ജീവിതം ഏറ്റവും അനുഗ്രഹപ്രദമാകുവാൻ വേണ്ടി നമുക്ക് വിവാഹകർമ്മങ്ങൾ ദൈവാനുഗ്രഹപ്രദമാക്കുവാനും വിവാഹത്തിനൊരുങ്ങുന്ന വധുവിനെയും വരനെയും അവരുടെ കുടുംബാംഗങ്ങളെയും
അനുഗ്രഹിക്കുവാനും കൃപ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാമ്പത്യ സ്നേഹത്തിന്റെ സമൃദ്ധിയിലും പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും എന്നും നിലനിൽക്കുവാൻ അവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശിഹാസഭയെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുവാനും ത്യാഗപൂർണമായ ജീവിതം വഴി പരസ്പരം ആശ്വസിപ്പിക്കുവാനും ഇവരെ യോഗ്യരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിന്മ വെടിഞ്ഞ് നന്മ നിറഞ്ഞ ജീവിതം നയിച്ച് ദൈവകൽപ്പനകളും തിരുസഭയുടെ കൽപ്പനകളും പാലിച്ച് യഥാർത്ഥമായ സഭാജീവിതം നയിക്കുവാൻ ഇവർക്കിടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നസ്രത്തിലെ തിരുക്കുടുംബം പോലെ നാളെ കുടുംബജീവിതം ആരംഭിക്കുന്ന ഇവരുടെ പുതിയ കുടുംബത്തെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിശുദ്ധനിയാമറിയത്തെ ഞങ്ങൾക്ക് അമ്മയായി നൽകിയല്ലോ. കനയിലെ വിവാഹ വീട്ടിൽ പരിശുദ്ധാമ്മയുടെ പ്രത്യേക മാധ്യസ്ഥ സഹായം ലഭിക്കുവാനിടയാക്കിയതുപോലെ പരിശുദ്ധനിയാമറിയത്തിന്റെ സജീവമായ പ്രാർത്ഥനാ സഹായം ഈ കുടുംബത്തിനും മറ്റന്നാൾ വിവാഹ അന്തസ്സിലേക്ക് പ്രവേശിക്കുന്ന അങ്ങയുടെ ദാസന് ലഭിക്കുവാനിടയാക്കണമേ. തിരുക്കുടുംബ സംരക്ഷകനായ പിതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥ ഇവർക്കുണ്ടാക്കുവാനിടയാക്കണമേ. പ്രാർത്ഥനയിലും സുഹൃതാനുഷ്ഠാനങ്ങളിലും ദൈവഭക്തിയിലും വിശുദ്ധരുടെ മാധ്യസ്ഥതയിലും കാവൽ മലകമടെ സംരക്ഷണത്തിലും ഈ ഭവനം വളരുവാനും നിലനിൽക്കുവാനും ഇടയാക്കണമേ. സകലത്തിൻ്റെ നാഥ എന്നേക്കും. എല്ലാ വിശുദ്ധാത്മാക്കളുടെയും മാധ്യസ്ഥ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പിതാവായ മാർത്തോമാശ്ലീഹായുടെയും സകല വിശുദ്ധരുടെയും വിശുദ്ധാൽപ്പൻസാമയുടെയും ഞങ്ങളുടെ സഭയിലെ വിശുദ്ധാത്മാക്കളുടെയും പ്രത്യേകമായ പ്രാർത്ഥനാ സഹായം മറ്റന്നാൾ വിവാഹാന്തത്തിലേക്ക് പ്രവേശിക്കുന്ന അങ്ങയുടെ ദാസനോട് കൂടി ഉണ്ടാകട്ടെ. ഇവന്റെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഗേവ്രീസ് സഹദായുടെയും ഞങ്ങളുടെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗ്രിഗോരിയോസിന്റെയും പ്രത്യേക മാധ്യസ്ഥ സഹായം ഇവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ. സകലത്തിന്റെ നാഥ എന്നേക്കും. മരണമടഞ്ഞു പോയ പൂർവികരെ അനുസ്മരിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ മരണം മൂലം വേർതിരിഞ്ഞു പോയ എല്ലാവരെയും ഞങ്ങളെ അനുസ്മരിക്കുന്നു. അവരിലൂടെ അങ്ങ് ഈ കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കടങ്ങളും പാപങ്ങളും പുറത്ത് അവരെ നിത്യഭാഗ്യത്തിനർഹരാക്കണമേ. കാലത്തിൻ്റെ നാഥ എന്നേക്കും. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ ദാസന്റെ മേൽ കരുണയാകണമേ. അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്ന ജനത്തിനെ എന്ന് നിന്റെ ഇഷ്ടമനുസരിച്ച് സ്നേഹത്തിലും സന്തോഷത്തിലും പരസ്പര വിശ്വാസത്തിലും നിനക്ക് പ്രീതികരമായി ജീവിക്കുവാൻ അനുഗ്രഹിക്കണമേ. ജീവിതത്തിലെ എല്ലാ അവസരങ്ങളിലും അങ്ങയിൽ നിന്നും കൃപ സ്വീകരിച്ച് ജീവിക്കുവാനും പ്രതിസന്ധികളിൽ അങ്ങയെ ആശ്രയിക്കുവാനും കുടുംബത്തിനും സഭയ്ക്കും സമൂഹത്തിലും അനുഗ്രഹമായ ജീവിതം വഴി അങ്ങയെ സന്തോഷിപ്പിക്കുവാനും ഇവനിടയാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
മണവാളച്ചക്കന് മധുരം വെച്ചോട്ടെ. മണവാളച്ചക്കന് മധുരം വെച്ചോട്ടെ. तारा रंगीला तारा रंग बेर जुए तारी बात छोगाड़ा तारा ओए छबीला तारा ओए रंगीला तारा रंग बेर जुए तारी बात रे छोगाड़ा तारा ओए छबीला तारा ओए रंगीला तारा रंग बेर जुए तारी बात रे के तुम्हें देखा मैं करूं सारी सारी रात छुप छुप के मुझे देखा तू कर सारी सारी रात मिल जाए मुझको अगर साथ तेरा तो भूलूं मैं सारा जहां छोगाड़ा तारा छबीला तारा